ഒരു കടച്ചക്ക കറി വെച്ചാലോ? വറുത്തരച്ച കറികൾ ഇഷ്ടമില്ലാത്ത മലയാളികൾ ആരും ഉണ്ടെന്ന് തോന്നുന്നില്ല അല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. തീയൽ മോഡലിലുള്ള കറികൾ ഭയങ്കര താല്പര്യമുള്ള ആളാണ് ഞാൻ. അപ്പം കടച്ചക്ക 2 എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തൊലിയെല്ലാം ചെത്തി കൊടുക്കാം. ഞാൻ മുഴുവനോടെ കേട്ടോ തൊലി ചെത്തുന്നത്. വോയിസൊക്കെ അടഞ്ഞിരിക്കും കേട്ടോ, ഒന്നും പുറത്തേക്ക് വരുന്നില്ല, കോൾഡാണ്. അപ്പോൾ ഉള്ള വോയിസൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ മുഴുവനോടെ തൊലിയെല്ലാം ചെത്തിയെടുത്തു. കുറച്ച് എണ്ണ പുരട്ടുന്നുണ്ട്. അതിന് കുറച്ച് അരക്കൊക്കെ ഉണ്ടല്ലോ ചക്ക പോലെ. അപ്പോൾ അതിന് എണ്ണയൊക്കെ പുരട്ടി കൊടുത്തിട്ട് അതിനൊന്ന് 2ആയിട്ട് മുറിച്ചു. പിന്നെ ഒന്ന് 4ആക്കി. അങ്ങനെ ചെറുതായിട്ട് മുറിച്ചിട്ട് അതിൻ്റെ സെൻറ്ററിലത്തെ ആ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ചെറിയ 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 പീസായിട്ട് മുറിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ 2 ചെറിയ പീസാക്കി അരിഞ്ഞെടുക്കുന്നുണ്ട്. സെൻറ്ററിലത്തെ ഭാഗം കളഞ്ഞാൽ പിന്നെ സോഫ്റ്റാവും. പിന്നെ അരിഞ്ഞെടുക്കാൻ വലിയ പാടൊന്നുമില്ല. എന്നാലും 2 കൊണ്ട് കുറച്ച് സമയം എടുക്കും. അപ്പം അങ്ങനെ അരിഞ്ഞെടുക്കാം കേട്ടോ. പിന്നെ ഇന്ന് ബാക്ക്ഗ്രൗണ്ടിലൊരു പാട്ട് കൊടുത്തിട്ടുണ്ട്. അത് മുമ്പ് ഞാൻ പാടിയൊരു പാട്ടാണ്. ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് ശ്രീയും കൂടെ പാടിയ പാട്ടാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ കറയൊക്കെ കളയാനായിട്ടൊന്ന് കഴുകിയെടുക്കാം. നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട്. അപ്പം വീണ്ടും ഒന്നുകൂടെ കഴുകി അത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കുക്കറിൽ ഒരു 2 വിസിൽ മതിയാവും, നന്നായിട്ട് സോഫ്റ്റായിട്ട് വെന്ത് വരാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ അതിനകത്ത് ഉപ്പൊക്കെ ഒഴിച്ച് കൊടുത്ത് ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഇത്തിരി മുളക് പൊടിയൊക്കെ ഇട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് വേവിക്കാൻ വയ്ക്കാം. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഒരു ചീനച്ചട്ടി വെച്ചിട്ട് ഇത്തിരി തേങ്ങ വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ തേങ്ങ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ആ സമയത്ത് മല്ലിപ്പൊടി, മുളക് പൊടി ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല ചൂടുള്ളതുകൊണ്ട് ആ സമയത്ത് ഓഫ് ചെയ്തിട്ട് മൂപ്പിച്ചാലും മതി കേട്ടോ. അപ്പോൾ അതിന് ചൂടാറി വന്നപ്പോൾ ഒന്ന് അരച്ചെടുത്തു. അരച്ചെടുത്തതിന് നമുക്ക് വേവിച്ച് കടച്ചക്കയിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ കടുക് വറുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഇത്തിരി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും വെളുത്തുള്ളി ചേർക്കുമെന്ന് അറിയില്ല, എന്നാലും കടച്ചക്ക ആയതുകൊണ്ട് വെളുത്തുള്ളിയൊക്കെ ചേർക്കുന്നത് നല്ലതാണ്. പിന്നെ ചെറിയ ഉള്ളി, പച്ചമുളക്, കറിവേപ്പില എല്ലാം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ആ വഴന്ന് വരുന്ന സമയത്ത് ഒരിത്തിരി മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കേണ്ടതായിരുന്നു, ഞാനത് വിട്ടുപോയി കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ഒന്നുകൂടെ ഒരിത്തിരി എണ്ണയിലേക്ക് മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്തു. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരണം കേട്ടോ. ടേസ്റ്റായിട്ടുണ്ട്.